ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് ഏതാണ്? ഓപ്ഷൻ എ ചന്ദ്രൻ, ഓപ്ഷൻ ബി സൂര്യൻ, ഓപ്ഷൻ സി നക്ഷത്രങ്ങൾ, ഓപ്ഷൻ ഡി പെട്രോളിയം. ആൻസർ ഓപ്ഷൻ ബി സൂര്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഭക്ഷണത്തിനായി സസ്യങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്ന ജീവികളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ സസ്യബുക്കുകൾ, ഓപ്ഷൻ ബി മാംസബുക്കുകൾ, ഓപ്ഷൻ സി സർവ്വബുക്കുകൾ, ഓപ്ഷൻ ഡി വിഘാടകർ. ആൻസർ ഓപ്ഷൻ എ സസ്യബുക്കുകൾ. തേർഡ് ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? ഓപ്ഷൻ എ ശ്വസനം, ഓപ്ഷൻ ബി സ്വേദനം, ഓപ്ഷൻ സി പ്രകാശ സംശ്ലേഷണം, ഓപ്ഷൻ ഡി വിസർജനം. ആൻസർ ഓപ്ഷൻ സി പ്രകാശ സംശ്ലേഷണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സസ്യബുക്കിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ സിംഹം, ഓപ്ഷൻ ബി പുലി, ഓപ്ഷൻ സി മുയൽ, ഓപ്ഷൻ ഡി പാമ്പ്. ആൻസർ ഓപ്ഷൻ സി മുയൽ. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ആഹാര ശൃംഖല എപ്പോഴും ആരംഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഓപ്ഷൻ എ മാംസബുക്കുകൾ, ഓപ്ഷൻ ബി സസ്യങ്ങൾ, ഓപ്ഷൻ സി പക്ഷികൾ, ഓപ്ഷൻ ഡി വിഘാടകർ. ആൻസർ ഓപ്ഷൻ ബി സസ്യങ്ങൾ. സിക്സ്ത് ക്വസ്റ്റ്യൻ, മൃതശരീരങ്ങളെയും ജൈവാവശിഷ്ടങ്ങളെയും മണ്ണിൽ ലയിപ്പിക്കാൻ സഹായിക്കുന്ന ജീവികൾ ഏവ? ഓപ്ഷൻ എ ഉൽപാദകർ, ഓപ്ഷൻ ബി ഉപഭോക്താക്കൾ, ഓപ്ഷൻ സി വിഘാടകർ, ഓപ്ഷൻ ഡി പരാദങ്ങൾ. ആൻസർ ഓപ്ഷൻ സി വിഘാടകർ. സെവൻത് ക്വസ്റ്റ്യൻ, സസ്യങ്ങളെയും ജന്തുക്കളെയും ഒരുപോലെ ഭക്ഷണമാക്കുന്ന ജീവികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ സസ്യബുക്കുകൾ, ഓപ്ഷൻ ബി മാംസബുക്കുകൾ, ഓപ്ഷൻ സി സർവ്വബുക്കുകൾ, ഓപ്ഷൻ ഡി ഉഭയജീവികൾ. ആൻസർ ഓപ്ഷൻ സി സർവ്വബുക്കുകൾ. എയ്ത്ത് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാംസബുക്കിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ കടുവ, ഓപ്ഷൻ ബി പശു, ഓപ്ഷൻ സി ആന, ഓപ്ഷൻ ഡി ആട്. ആൻസർ ഓപ്ഷൻ എ കടുവ. നയൻത് ക്വസ്റ്റ്യൻ, പല ആഹാര ശൃംഖലകൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ ആഹാര ശൃംഖല, ഓപ്ഷൻ ബി ആഹാര ശൃംഖലാജാലം, ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ, ഓപ്ഷൻ ഡി ജൈവ വൈവിധ്യം. ആൻസർ ഓപ്ഷൻ ബി ആഹാര ശൃംഖലാജാലം. 10th ക്വസ്റ്റ്യൻ, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏത്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി നൈട്രജൻ, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. 11th ക്വസ്റ്റ്യൻ, ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ സസ്യങ്ങൾ, ഓപ്ഷൻ ബി മൃഗങ്ങൾ, ഓപ്ഷൻ സി ഫംഗസുകൾ, ഓപ്ഷൻ ഡി ബാക്ടീരിയകൾ. ആൻസർ ഓപ്ഷൻ എ സസ്യങ്ങൾ. 12th ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി മീഥൈൻ, ഓപ്ഷൻ ഡി ആർഗൺ. ആൻസർ ഓപ്ഷൻ എ ഓക്സിജൻ. 13th ക്വസ്റ്റ്യൻ, ഒരു ജീവി മറ്റൊരു ജീവിയെ ഭക്ഷണമാക്കുന്നതിലൂടെ രൂപപ്പെടുന്ന ബന്ധത്തെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ ആഹാര ശൃംഖല, ഓപ്ഷൻ ബി ആഹാര രീതി, ഓപ്ഷൻ സി വിഘടനം, ഓപ്ഷൻ ഡി പ്രജനനം.
ആൻസർ ഓപ്ഷൻ എ ആഹാര ശൃംഖല. 14th ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സർവ ബുക്കിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ മാൻ, ഓപ്ഷൻ ബി വെട്ടുകിളി, ഓപ്ഷൻ സി മനുഷ്യൻ, ഓപ്ഷൻ ഡി പരുന്ത്. ആൻസർ ഓപ്ഷൻ സി മനുഷ്യൻ. 15th ക്വസ്റ്റ്യൻ. സസ്യങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ സഹായിക്കുന്ന പ്രധാന വർണ്ണകം ഏതാണ്? ഓപ്ഷൻ എ ക്ലോറോഫിൽ, ഓപ്ഷൻ ബി ആന്തോസയാനിൻ, ഓപ്ഷൻ സി സാന്തോഫിൽ, ഓപ്ഷൻ ഡി കരോട്ടിൻ. ആൻസർ ഓപ്ഷൻ സി സാന്തോഫിൽ. 16th ക്വസ്റ്റ്യൻ. ആഹാര ശൃംഖലയിലെ വരിശക്രമം ശരിയായ രീതിയിൽ ഏതാണ്? ഓപ്ഷൻ എ പുല്ല്, വെട്ടുകിളി, തവള, പാമ്പ്, ഓപ്ഷൻ ബി വെട്ടുകിളി, പുല്ല്, തവള, പാമ്പ്, ഓപ്ഷൻ സി പാമ്പ്, തവള, വെട്ടുകിളി, പുല്ല്, ഓപ്ഷൻ ഡി തവള, പാമ്പ്, വെട്ടുകിളി, പുല്ല്. ആൻസർ ഓപ്ഷൻ എ പുല്ല്, വെട്ടുകിളി, തവള, പാമ്പ്. 17th ക്വസ്റ്റ്യൻ. ആവാസ വ്യവസ്ഥയിൽ നിന്ന് വിഘാടകർ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ സസ്യങ്ങൾ വേഗത്തിൽ വളരും, ഓപ്ഷൻ ബി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും പോഷക ചംക്രമണം തടസ്സപ്പെടുകയും ചെയ്യും, ഓപ്ഷൻ സി മൃഗങ്ങളുടെ എണ്ണം കൂടും, ഓപ്ഷൻ ഡി മഴ കൂടും. ആൻസർ ഓപ്ഷൻ ബി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുകയും പോഷക ചംക്രമണം തടസ്സപ്പെടുകയും ചെയ്യും. 18th ക്വസ്റ്റ്യൻ. സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രധാന ഭാഗം ഏതാണ്? ഓപ്ഷൻ എ വേര്, ഓപ്ഷൻ ബി ഇല, ഓപ്ഷൻ സി പൂവ്, ഓപ്ഷൻ ഡി കായ്. ആൻസർ ഓപ്ഷൻ ബി ഇല. 19th ക്വസ്റ്റ്യൻ. സസ്യങ്ങൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണകം ഏത്? ഓപ്ഷൻ എ ഹരിതകം, ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ സി മെലാനിൻ, ഓപ്ഷൻ ഡി സാന്തോഫിൽ. ആൻസർ ഓപ്ഷൻ എ ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ. 20th ക്വസ്റ്റ്യൻ. ഒരു നിശ്ചിത പ്രദേശത്തെ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ചേർന്ന സംവിധാനത്തെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ പരിസ്ഥിതി, ഓപ്ഷൻ ബി ജൈവമണ്ഡലം, ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഇക്കോളജി, ഓപ്ഷൻ ഡി വനം. ആൻസർ ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ. ക്വസ്റ്റ്യൻ 21. ആഹാര ശൃംഖലയിലെ ദ്വിതീയ ഉപഭോക്താക്കൾ ആഹാരമാക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ എ സസ്യങ്ങളെ, ഓപ്ഷൻ ബി സസ്യബുക്കുകളെ, ഓപ്ഷൻ സി സിംഹത്തെ, ഓപ്ഷൻ ഡി ബാക്ടീരിയകളെ. ആൻസർ ഓപ്ഷൻ ബി സസ്യബുക്കുകളെ. ക്വസ്റ്റ്യൻ 22. ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവീയ ഘടകത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ സൂര്യപ്രകാശം, ഓപ്ഷൻ ബി വായു, ഓപ്ഷൻ സി ആൽഗകൾ, ഓപ്ഷൻ ഡി ജലം. ആൻസർ ഓപ്ഷൻ സി ആൽഗകൾ. ക്വസ്റ്റ്യൻ 23. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ ലഭിക്കുന്ന ഊർജം എവിടെയാണ് സംഭരിച്ചു വെക്കുന്നത്? ഓപ്ഷൻ എ സസ്യഭാഗങ്ങളിൽ, ഓപ്ഷൻ ബി അന്തരീക്ഷത്തിൽ, ഓപ്ഷൻ സി മണ്ണിൽ, ഓപ്ഷൻ ഡി വേരിലെ വെള്ളത്തിൽ മാത്രം. ആൻസർ ഓപ്ഷൻ എ സസ്യഭാഗങ്ങളിൽ. ക്വസ്റ്റ്യൻ 24. മറ്റ് സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുകയും എന്നാൽ ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരമോ ജലമോ വലിച്ചെടുക്കാത്തതുമായ സസ്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ എ എപ്പിഫൈറ്റുകൾ, ഓപ്ഷൻ ബി പരാത സസ്യങ്ങൾ, ഓപ്ഷൻ സി സസ്യബുക്കുകൾ, ഓപ്ഷൻ ഡി വിഘാടകർ. ആൻസർ ഓപ്ഷൻ എ എപ്പിഫൈറ്റുകൾ. ക്വസ്റ്റ്യൻ 25. താഴെ പറയുന്നവയിൽ എപ്പിഫൈറ്റിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഇത്തിൽ കണ്ണി, ഓപ്ഷൻ ബി മരവാഴ, ഓപ്ഷൻ സി മൂടില്ലാത്താളി, ഓപ്ഷൻ ഡി ചന്ദനം. ആൻസർ ഓപ്ഷൻ ബി മരവാഴ.
ക്വസ്റ്റ്യൻ 26. ആതിഥേയ സസ്യങ്ങളിൽ നിന്ന് ആഹാരവും ജലവും നേരിട്ട് വലിച്ചെടുക്കുന്ന സസ്യങ്ങളെ എന്ത് വിളിക്കുന്നു? ഓപ്ഷൻ എ എപ്പിഫൈറ്റുകൾ, ഓപ്ഷൻ ബി പരാത സസ്യങ്ങൾ, ഓപ്ഷൻ സി ഉൽപാദകർ, ഓപ്ഷൻ ഡി സസ്യബുക്കുകൾ. ഓപ്ഷൻ ബി പരാത സസ്യങ്ങൾ. ക്വസ്റ്റ്യൻ 27. സസ്യങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുകയും ആ മരത്തിൽ നിന്ന് ജലം മാത്രം വലിച്ചെടുക്കുകയും ചെയ്യുന്ന അർദ്ധപരാതം ഏതാണ്, അല്ലെങ്കിൽ സെമി പാരസൈറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഇത്തിൽക്കണ്ണി, ഓപ്ഷൻ ബി മൂടില്ലാത്താളി, ഓപ്ഷൻ സി മരവാഴ, ഓപ്ഷൻ ഡി ചന്ദനം. ആൻസർ ഓപ്ഷൻ എ ഇത്തിൽക്കണ്ണി. ക്വസ്റ്റ്യൻ 28. ഇലകളോ പച്ച നിറമോ ഇല്ലാത്തതുകൊണ്ട് ആഹാരത്തിനായി പൂർണ്ണമായും ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന പൂർണ്ണപരാതം അല്ലെങ്കിൽ ടോട്ടൽ പാരസൈറ്റ് ഏതാണ്? ഓപ്ഷൻ എ പ്ലാവ്, ഓപ്ഷൻ ബി കറിവേപ്പ്, ഓപ്ഷൻ സി മൂടില്ലാത്താളി, ഓപ്ഷൻ ഡി തെങ്ങ്. ആൻസർ ഓപ്ഷൻ സി മൂടില്ലാത്താളി. ക്വസ്റ്റ്യൻ 29. പരാത സസ്യങ്ങൾ ആതിഥേയ സസ്യത്തിൽ നിന്ന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക വേരുകൾ ഏത്? തായ്വേരുകൾ, ഹാസ്റ്റോറിയ, വെലാമൻ വേരുകൾ, താങ്ങുവേരുകൾ. ആൻസർ ഹാസ്റ്റോറിയ. ക്വസ്റ്റ്യൻ 30. മരവാഴയുടെ പ്രത്യേകതയായ വെലാമൻ വേരുകളുടെ ധർമ്മം എന്ത്? ഓപ്ഷൻ എ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ, ഓപ്ഷൻ ബി ആതിഥേയ സസ്യത്തിൽ നിന്ന് ആഹാരം മോഷ്ടിക്കാൻ, ഓപ്ഷൻ സി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ, ഓപ്ഷൻ ഡി പൂക്കൾ ഉൽപ്പാദിപ്പിക്കാൻ. ആൻസർ ഓപ്ഷൻ എ അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ.